നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറുകളുടെ പ്രഖ്യാപനമാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കിയത്. വിപണിയിലും ഇതിന്റെ നേട്ടം പ്രകടമായിരുന്നു. ഇതിനിടയിൽ നിക്ഷേപകർ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പും ബ്രസീലിയൻ വിമാന നിർമ്മാണ കമ്പനിയായ എംബ്രയറും തമ്മിൽ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ആദ്യമായി വാണിജ്യ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ഈ രണ്ട് വമ്പന്മാരും തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, ഇത് വെറും ഒരു ഇറക്കുമതി കരാർ അല്ല എന്നതാണ്. ഇന്ത്യയിൽ തന്നെ വിമാനങ്ങൾ അസംബിൾ ചെയ്യുന്നതിനായി ഒരു ഫൈനൽ അസംബ്ലി ലൈൻ സ്ഥാപിക്കാനാണ് പദ്ധതി. ഇതോടെ സ്വന്തമായി വിമാനങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും ഉയരും. പ്രധാനമന്ത്രിയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കരുത്തായി ഇതിനെ കാണാം. രണ്ടാമതായി, ഈ വിമാനങ്ങൾ പ്രധാനമായും ഇന്ത്യയിലെ ചെറുപട്ടണങ്ങളെ ബന്ധിപ്പിക്കാനാണ് സഹായിക്കുന്നത്. 70 മുതൽ 150 വരെ സീറ്റുകളുള്ള ചെറിയ ജെറ്റ് വിമാനങ്ങളാണ് എംബ്രയർ നിർമ്മിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതി വഴി ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്കുള്ള വിമാനയാത്രകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ചെറിയ വിമാനങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ട്. അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള 500-ലധികം ചെറിയ വിമാനങ്ങൾ ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കുന്നത്. മൂന്നാമതായി, ഇത് വെറും ഒരു ഫാക്ടറി മാത്രമല്ല, ഒരു വലിയ വ്യവസായ മേഖലയാണ് ലക്ഷ്യമിടുന്നത്. വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം അവയുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള കേന്ദ്രങ്ങൾ, പൈലറ്റ് പരിശീലനം, വിമാനഭാഗങ്ങളുടെ നിർമ്മാണം എന്നിവയെല്ലാം ഈ കരാറിന്റെ ഭാഗമാണ്. ഇത് ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഉന്നത നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യും. എയർബസ്, ബോയിങ് തുടങ്ങിയ വമ്പൻ കമ്പനികൾ നിലവിൽ ഇന്ത്യയിൽ വിമാനങ്ങൾ അസംബിൾ ചെയ്യുന്നില്ല. എന്നാൽ അദാനിയും എംബ്രയറും ചേർന്ന ഈ ചുവടുവെപ്പ് നടത്തുന്നതോടെ മറ്റു വലിയ കമ്പനികളും സമാനമായ രീതിയിൽ ഇന്ത്യയിൽ വിമാന നിർമ്മാണത്തിന് മുതിരുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ഡയറക്ടർ ജീത് അദാനി പറഞ്ഞത് പ്രകാരം ഇതിനായുള്ള സ്ഥലം ഉടൻ തന്നെ കണ്ടെത്തുകയും വരും മാസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്യുമെന്നാണ്. ചുരുക്കത്തിൽ, വരും കാലത്ത് നമ്മൾ ആഭ്യന്തര യാത്രകൾക്കായി ഉപയോഗിക്കുന്ന വിമാനങ്ങളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന മുദ്ര കാണാനുള്ള അവസരമൊരുങ്ങും. ഈ അപ്ഡേറ്റ്സ് വന്നതിന് പിന്നാലെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലെ തളർച്ചയ്ക്ക് ശേഷം അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, അദാനി ഗ്രീൻ തുടങ്ങിയ ഓഹരികൾ 6% വരെയാണ് ഇന്ന് ഉയർന്നത്. അദാനി ഗ്രീൻ എനർജിയുടെ റാലിക്ക് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഗുജറാത്തിലെ ഖാവ്ഡയിൽ ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്ക് നിർമ്മിക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് വലിയ തോതിൽ നിക്ഷേപം നടത്തുകയാണ്. ഇതിനോടകം തന്നെ നിശ്ചിത അളവ് വൈദ്യുതി ഉൽപാദനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഗ്രീൻ എനർജി മേഖലയിലെ ഈ വേഗതയേറിയ മുന്നേറ്റം അന്താരാഷ്ട്ര നിക്ഷേപകരെയും ആകർഷിക്കുന്നുണ്ട്. കൂടാതെ പ്രമുഖ ആഗോള റേറ്റിംഗ് ഏജൻസികൾ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഔട്ട്ലുക്ക് സ്റ്റേബിളായി നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. കടബാധ്യതകൾ കുറയ്ക്കാനും പണലഭ്യത ഉറപ്പാക്കാനുമുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ ബലം കാണുന്നുണ്ട് എന്നാണ് വിപണി ഇപ്പോൾ വിലയിരുത്തുന്നത്. വിപണിയിലെ ടെക്നിക്കൽ റീബൗണ്ടാണ് അദാനി ഓഹരികളുടെ കുതിപ്പിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഹരി വില കുറഞ്ഞപ്പോൾ താഴ്ന്ന വിലയിൽ ഓഹരികൾ വാങ്ങാൻ വലിയ തോതിൽ നിക്ഷേപകർ എത്തിയത് ഇന്നത്തെ കുതിപ്പിന് കാരണമായി. പ്രത്യേകിച്ച് അദാനി പോർട്സ് മികച്ച ലാഭക്ഷമത കാണിക്കുന്നതിനാൽ ദീർഘകാല നിക്ഷേപകർ ഈ ഓഹരിയിൽ വലിയ താൽപര്യമാണ് പ്രകടിപ്പിച്ചത്.